സർവീസ് സെന്ററിന്റെ കാര്യം എനിക്ക് അറിയാം. ഞാൻ ആ നെഗറ്റീവ്സ് കുറെ കേട്ടു. കേട്ടു. പക്ഷെ അതിലും കൂടുതൽ റോഡിൽ നോക്കി കഴിഞ്ഞാൽ മൊത്തം തന്നെ ടാറ്റയാണ്. പറയല്ലേ. നമുക്ക് വിചാരിച്ചു എന്ത് അത്യാവശ്യം ആളുകൾ ഓട്ടമുണ്ട്. നെഗറ്റീവ് അത് പിന്നെ ഇലക്ട്രിക് ഒബ്വിയസ്ലി എടുക്കുമ്പോൾ യൂസ് ആക്കണല്ലോ. യൂസ് ആക്കണല്ലോ. ഓക്കെ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പുതിയ ടാറ്റ ടിയാഗോ ഇവിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഈ യൂസറോട് ചോദിച്ചറിയാട്ടോ എന്തൊക്കെയാണ് വൈ ഷീ സെലക്ടഡ് ദിസ് വെഹിക്കിൾ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയാട്ടോ. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. ഡീറ്റെയിൽസ് അവരോട് ചോദിച്ചറിയാട്ടോ. അപ്പോൾ പേരെന്താ, ഡീറ്റെയിൽസ് എന്താ ഒന്ന് പറഞ്ഞാൽ മതി. എന്റെ പേര് ഫാത്തിമ മിന്നു. ഞാൻ ടാറ്റ എലക്സിയിൽ വർക്ക് ചെയ്യാണ് എഞ്ചിനീയർ ആയിട്ട്. ഫസ്റ്റ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി ഏകദേശം? ഇപ്പം വണ്ടി എടുത്തിട്ട് ആക്ച്വലി 4 weeks ആയി. ഇപ്പൊ നമ്മൾ 2100 അപ്പൊ 2000 കിലോമീറ്റേഴ്സിൽ അബോവ് ഓടിയിട്ടുണ്ട് 4 വീക്സിന്റെ ഉള്ളിൽ. ഓക്കെ. അപ്പൊ അത്യാവശ്യം ഓട്ടം ഉണ്ട് തന്നെ പറയാല്ലേ. അത്യാവശ്യം ഓട്ടം ഉണ്ട്. അത് പിന്നെ ഇലക്ട്രിക് ഒബ്വിയസ്ലി എടുക്കുമ്പോൾ യൂസ് ആക്കണല്ലോ. യൂസ് ആക്കണല്ലോ. ഓക്കെ. അപ്പം ഇനി നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതിന് മുന്നേ എന്തുകൊണ്ടാണ് ഈ വണ്ടിയിലേക്ക് വന്നത്? ഈ സെഗ്മെന്റിൽ ഫസ്റ്റ് ഓഫ് ഓൾ വേറെ ഏതെങ്കിലും വണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു? നമ്മള് EV എടുക്കാനായിരുന്നു പ്ലാൻ. അപ്പൊ എന്തായാലും ടാറ്റ ആയിരുന്നു നമ്മുടെ ലിസ്റ്റിൽ പ്രയോറിറ്റി ഉണ്ടായിരുന്നത്. പഞ്ചായിരുന്നു ആദ്യം. പിന്നെ നമ്മളെ വീട്ടിൽ ഓൾറെഡി ഒരു SUV ഉണ്ട്. പിന്നെ അത്ര ഇതിന് പോണ്ട. പിന്നെ ഈവൻ ഇതിന്റെ ലെഗ് സ്പേസ് ആണേലും പഞ്ചിന്റെ ലെഗ് സ്പേസ് ആണേലും സെയിം ആണ്, കംഫർട്ട് സെയിം ആണ്. അപ്പൊ പിന്നെ ഇത് എടുത്താൽ മതിയല്ലോ, ഓൾറെഡി വണ്ടി ഉണ്ട്. ഡെയിലി ആവശ്യത്തിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മളിപ്പോ ഡെയിലി അപ്പൊ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എത്ര കിലോമീറ്റർ ഓടും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഡെയിലി എന്തായാലും ഓഫീസ് യൂസിന് നമ്മൾ ഇത് എടുക്കാൻ പ്ലാൻ എനിക്കും. പിന്നെ അല്ലാതെ ഫാമിലി ആയിട്ടുള്ള നമ്മൾ അടുത്ത എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ അങ്ങനത്തെ ഐറ്റംസിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ ലോങ് ഒന്നും നമ്മൾ വരെ മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മൾ എന്തായാലും ഡെയിലി യൂസ് എന്നുള്ള പർപ്പസിന് വേണ്ടി ഒരു ബൈക്ക് ഓടിക്കുന്നതിനെക്കാട്ടി സേഫ് ആയിട്ട് ബൈക്കിനേക്കാളും സുഖമായിട്ട് ഓടിച്ച് വരാൻ പറ്റുന്ന രീതിയിലാണ്. അതായിരുന്നു നമ്മുടെ, കാരണം ഇതൊരു ഇനീഷ്യൽ ആയിട്ട് കൂട്ടിയാൽ മതി. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇതിന് എന്തുകൊണ്ട് വന്നു, നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം പിന്നെ പറയാനുള്ളത് വെച്ചാൽ അപ്പൊ ടാറ്റയിലേക്ക് എന്തുകൊണ്ട് ഇപ്പൊ ടാറ്റ പറഞ്ഞു ഫസ്റ്റ് പ്രയോറിറ്റി ടാറ്റ ആയിരുന്നു എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടായിരുന്നു ടാറ്റയിലേക്ക് തന്നെ വരാൻ? ഒബിയസ്ലി ടാറ്റ ലെക്സിൽ വർക്ക് ചെയ്യുന്ന വെച്ചിട്ട്. പിന്നെ EV ഞാൻ നോക്കിയപ്പോ കൂടുതലും എനിക്ക് സർവീസ് സെന്ററിന്റെ കാര്യം എനിക്ക് അറിയാം. ഞാൻ നെഗറ്റീവ്സ് കുറെ കേട്ടു. പക്ഷെ അതിലും കൂടുതൽ റോഡിൽ നോക്കി കഴിഞ്ഞാൽ മൊത്തം ടാറ്റയാണ്. നമുക്ക് വിചാരിച്ചു ആളുകൾ നെഗറ്റീവ് പറയുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഫുൾ ടാറ്റയാണ്. ഒരു ട്രൈ ചെയ്ത് നോക്കാം. വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു ഇതിൽ എടുത്തതാണ്. ഫസ്റ്റ് സർവീസ് ആയിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് അവിടുത്തെ സർവീസ് സെന്ററിന്റെ എക്സ്പീരിയൻസ് എന്താന്നുള്ളത്. കാരണം എനിക്കും കേട്ടതിൽ വണ്ടിക്ക് കംപ്ലൈന്റ് പറഞ്ഞു കേട്ടിട്ടില്ല. ഡീലേഴ്സിന്റെ ഇഷ്യൂ വന്നിട്ടുള്ളൂ. എവിടുന്നായിരുന്നു ഇപ്പൊ ഇത് എടുത്തിട്ടുണ്ട്? റൊട്ടാനെന്നായിരുന്നു, കോഴിക്കോട്. ഓക്കെ. റൊട്ടാനെന്നാണ് എടുത്തത്. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മള് ഇപ്പം ടിയാഗോനെ കുറിച്ചിട്ട് പറയാം. ഇത് ഏതായിരുന്നു വേരിയന്റ്? ഏതാണ് ഇത്? ഫുൾ ഓപ്ഷൻ ആണ്. ക്രിയേറ്റീവ് പ്ലസ് 24 കിലോവാട്ട് മോഡലാണ് എടുത്തത്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ റേഞ്ച് ആണ് അടുത്ത ഏറ്റവും വലിയ ഇഷ്യൂസ് ആൾക്കാർ പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു റേഞ്ച്? നമ്മുടെ മനസ്സിൽ ഇത്ര റേഞ്ച് വേണമെന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ? 280 ആണ് അവര് പറയുന്നത്. പക്ഷെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാല്യൂ അല്ല. പിന്നെ നമ്മളിപ്പോ കംപ്ലീറ്റ്ലി വിൻഡോ തുറന്നൊന്നും ഓടിക്കാറില്ല. ഫുള്ളി AC ആയിട്ടാണ്. നോർമൽ ഒരു എക്കോ മോഡിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഒരു 220 ഒക്കെ കിട്ടും. പിന്നെ 220 കിട്ടാറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ സ്പോർട്സ് മോഡിലൊക്കെ ഇട്ട് കുറച്ച് അഗ്രസീവ് ആയിട്ടാണ്. അപ്പൊ കുറച്ച് റേഞ്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലൈക്ക് അറൌണ്ട് 180-186 ഒക്കെയാണ് കാണിക്കുക ഫുൾ ചാർജ്. ബട്ട് സ്റ്റിൽ നമ്മളത് കുറഞ്ഞു വരുന്നതനുസരിച്ച് റേഞ്ച് കൂടിക്കോളും. നമുക്ക് ഏകദേശം ഒരു 200 അടുത്ത് കിട്ടുന്നുണ്ട്. ഡെയിലി ചാർജ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ചാർജിങ് സൈക്കിളൊക്കെ അവര് പറയുന്നത് ഫോർ ബാറ്ററി ഹെൽത്ത് സ്ലോ ചാർജിങ് ആണ്. അപ്പൊ നമ്മൾ യൂഷ്വലി വീട്ടിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യും. പക്ഷെ ഒരു 3-4 ചാർജ് ഓവർനൈറ്റ് ചെയ്യും. 3-4 ചാർജ് സ്ലോ ചാർജ് ചെയ്ത ഒരു ചാർജ് ഞങ്ങള് ഫാസ്റ്റ് ചാർജിങ് ചെയ്യും. അതിവിടെ MODന്റെ ഒക്കെ ഇതിൽ പോയിട്ട് ചെയ്യുന്നതാണ് യൂഷ്വലി. ചാർജ് മോഡ് ചാർജ് മോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അത് വൺസ് ഒരു 2 days വൺസ് മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ പുറത്ത് പോയി ചെയ്യും. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഡെയിലി കുത്തുന്ന പറഞ്ഞു. വീക്കിലി എങ്ങനെയായിരിക്കും ഈ ചാർജിങ് എങ്ങനെയാ ചെയ്യുന്നത്? എത്ര എമൗണ്ട് അല്ല, എത്ര പ്രാവശ്യം ചെയ്യും? ഡെയിലി പോയി ചാർജ് ചെയ്യും? ഡെയിലി ചെയ്യില്ല. അതിനെ 2 days കൂടുമ്പോ ചെയ്യുന്നു. അതായത് വീക്കിലൊരു 3 to 4 times. അല്ലെ നമ്മൾ അതിന് ഓട്ടത്തിനനുസരിച്ചിരിക്കും. ഇപ്പൊ നമ്മളല്ലാതെ ഇപ്പൊ ഒരു ലോങ് ഒക്കെ ഇപ്പൊ ഒരു 1 side 60 ഒക്കെ ഉള്ള പോയപ്പോ നമുക്ക് എനിക്ക് തോന്നുന്നു അന്ന് വന്നിട്ട് ഒരു ദിവസം ഫുള്ള് ചെയ്തു. പിന്നെ വന്നിട്ട് ചെയ്തു. ഡെയിലി ഓഫീസിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 20 കിലോമീറ്റർ വൺ വേ അല്ലേ? അല്ലെങ്കിൽ വൺ വേ. അപ്പൊ ഒരു 40 പ്ലസ് 15 താഴെ വരും ഡെയിലി ഓട്ടം വരും അല്ലെ? അപ്പൊ വീക്കിലി എങ്ങനെ പോയാലും ഒരു 500 കിലോമീറ്റേഴ്സിന്റെ അടുത്തൊക്കെ ഓടാൻ അല്ലാതെ ഓടുമല്ലോ അല്ലെ? അല്ലാതെ ഓടുന്നുണ്ട്. എല്ലാത്തിനും ഇപ്പൊ ബൈക്ക് എടുക്കുന്നതിന് പകരം നമ്മൾ കാറാണ്.
അപ്പം ഇതിന്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ എത്രയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ഇതിന് ആക്ച്വലി നമ്മൾ എടുത്തപ്പോൾ 10.73 ആണ് ഓൺ റോഡ് പ്രൈസ് ഓൺ വന്നിരിക്കുന്നത്. റോഡ് പ്രൈസ് 10.7. 10.73 ഇത് ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ. പിന്നെ ഇതിൽ ആക്ച്വലി നമ്മൾ ബാക്കി മഡ് ഗാർഡ് 3D 5D ഒക്കെ ഉം. ചെയ്തു. പിന്നെ ഞാൻ ഡാഷ് ക്യാം വെച്ചു. സോ അതെല്ലാം കൂടി എനിക്കൊരു 25-30 എടുത്തു. അപ്പൊ എനിക്ക് Okay. 11 ആയി. ഇപ്പം 11 ആയി. 11 ആയി. പക്ഷെ ഇത് ഞാൻ കോട്ടിങ് ചെയ്തിട്ടില്ല. കോട്ടിങ് അറൌണ്ട് 28K എന്തോ വരും. സെറാമിക് കോട്ടിങ്സ് അതുവരെ ചെയ്തില്ല. സോ അതല്ലാതെ എല്ലാം കൂടി എനിക്കൊരു 11 വന്നിട്ടുണ്ട് അല്ലേ? ആ ചെയ്യാൻ വേണ്ടി അവർ തന്ന സാധനമാണ്. പിന്നെ അവര് തന്നെ അവരുടെ ഇലക്ട്രീഷ്യൻ അവരുടെ ആള് വന്നിട്ട് നമ്മളെ വീട്ടിൽ ഇതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. 3 ഫേസ് വേണം നിർബന്ധമുണ്ടായിരുന്നു? ഇല്ല, നമ്മളെ വീട്ടിൽ ഇപ്പൊ 3 ഫേസ് അല്ല 2 ഫേസ് ആണ്. നിങ്ങൾക്ക് ടിയാഗോ 24 കിലോവാട്ട് ആയതുകൊണ്ട് തന്നെ 2 ഫേസ് മതി. പ്രത്യേകിച്ച് ഒന്നുമില്ല, രാത്രി കുത്തിയിടുന്നു അത്രേ ഉള്ളൂ. പിന്നെ അധികം എനിക്കൊന്ന് 8 hours രാത്രി കുത്തിയിട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും ഫുൾ ചാർജ് ആണ്. എനിക്ക് ഇത് ഇപ്പം നല്ല ലെങ്ത് ഉണ്ടോ കേബിളും കാര്യങ്ങളും? അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതാക്കാൻ പറ്റും. ഞാൻ ഏതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത കമ്പയർ ചെയ്യാൻ പാടില്ല, പക്ഷെ ഭയങ്കര ചെറുതാണ്. ഇതുണ്ട്, ഇത് ലെങ്ത് കറക്റ്റ് ആണ്. ഇതിപ്പോ പവർ മറ്റേ വലിയ സോക്കറ്റിലാണോ ചെയ്യുന്നത്? എല്ലാം അവർ തന്നെ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടല്ലേ? ഇതാണ് ചാർജിങ്ങിന്റെ ചാർജർ വരുന്നത് കേട്ടോ. ചെറിയ ചാർജറാണ്, കോമ്പാക്ട് ആണ്, നമുക്ക് വണ്ടിയിൽ കൊണ്ട് നടക്കും ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഒരു ആൻസൈറ്റി വരികയാണെങ്കിൽ യൂസ് ചെയ്യും ചെയ്യാം. ഓക്കെ, ഇപ്പൊ ആൻസൈറ്റിയുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആദ്യം എനിക്കും ആ റേഞ്ച് ആൻസൈറ്റി ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നേ. പക്ഷെ പിന്നെ റിയലൈസ് ചെയ്തു എല്ലായിടത്തും ഉണ്ട്, മുക്കിലും മൂലയിലും പറഞ്ഞ പോലെ ഈ ചാർജ് സ്റ്റേഷൻസ് ആണ്. ഫ്യൂച്ചറിൽ ഇതൊന്നും ഒരു ഇഷ്യൂ ആയിരിക്കും തോന്നുന്നില്ല. നമ്മൾ പുറത്തുനിന്ന് കണ്ട ആക്ച്വലി ഇത് ഭയങ്കര സ്മോൾ ആണല്ലേ തോന്നുന്നത്, പക്ഷെ ഉള്ളിൽ ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇതിൽ കയറി ആരും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഡിസ്കംഫർട്ട് ആണെന്ന്. കാരണം ഞാൻ വിക്ടോറിയസ് യൂസ് ചെയ്യുന്നത് വലിയ വണ്ടിയാണ്. അപ്പൊ അതിലിരുന്നിട്ട് എനിക്ക് നല്ല തൈ സപ്പോർട്ട് കാര്യങ്ങളുണ്ട്, കാലാണെങ്കിൽ ലെഗ് റൂമും ഉണ്ട്. ഇപ്പൊ ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണം, ആ ചെറിയൊരു ഇതുണ്ട്. നമ്മളെ ഫ്രണ്ട് കുറച്ച് പറഞ്ഞാലും മാക്സിമം വരെ കുറച്ചുകൂടി ഇത്രയൊക്കെ വരുള്ളൂ. പിന്നെ ഈവൻ AC ഉണ്ട്, AC വെന്റും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ലൈക് സ്മോൾ ആണെന്ന് തോന്നില്ല, ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽ ഇല്ല. ഇതിപ്പോ മറ്റേ ഇവിടുന്ന് കിട്ടിയ നമ്മൾ സീറ്റിലൊന്നും ചെയ്തിട്ടില്ല. നമ്മളെന്തായാലും ഇതെന്തായാലും റീസെയിലും ചെയ്യാൻ പറ്റില്ല, നമ്മൾ തന്നെ സ്വന്തം യൂസ് ചെയ്യാം. അപ്പൊ വൺസ് ഇത് ചീറ്റ് ആയിട്ട് വേണേ കവറൊക്കെ ഇടാം. അത് നമ്മൾ ഇതൊന്നും എൻജോയ് ചെയ്യും. നല്ലൊരു കാര്യം അത് ചെയ്യണം, കാരണം എല്ലാവരും സീറ്റ് കവർ ഫസ്റ്റ് ഇടും. ഇവർ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് ഇവർ ഇട്ടേക്കുന്നത്. അതിന്റെ മുകളിൽ നമ്മൾ ഡിസ്കംഫർട്ട് ആയിട്ട് വേറൊന്നും. അല്ല, അത് മാത്രമല്ല ഇപ്പൊ നമ്മുടെ വണ്ടിയിലൊക്കെ റെക്സിനാ, പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി ഇരിക്കാൻ കംഫർട്ടബിൾ ആണ്. ഓൺലി തിങ് വൈറ്റ് കളർ ആണ്, ചളിയാവും പിള്ളേരുള്ളതുകൊണ്ട്. പിന്നെ ഇവിടെ ഹാൻഡ് റെസ്റ്റിനൊക്കെ നമ്മൾ കുറച്ച് നമ്മൾ ചളി വരും, പറയാനില്ല. അതിൽ കാര്യമില്ല. പിന്നെ ഒരു കൊല്ലം 1.5 കൊല്ലം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ കവറോ എന്തെങ്കിലും ഇടാലോ. അപ്പൊ പിന്നെ അപ്പൊ തിങ്ക് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ ഇത് ഫ്രഷ് നമുക്ക് ഇനി ഒന്ന് റൈഡ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും പറയാം. നമ്മൾ വണ്ടിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. വണ്ടി പൊളിയാണ് കേട്ടോ, ഉള്ളിൽ കാണാൻ നല്ല ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ അതിന്റെ വീഡിയോയും കാര്യങ്ങളും കാണിച്ചു തരാം. എനിക്കൊന്ന് മിന്നു അതിലാണ് വീണെന്ന് തോന്നുന്നില്ലേ? 360 കാര്യങ്ങൾ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്, എന്റെ ഫസ്റ്റ് വണ്ടിയാണ്. സോ എനിക്ക് എപ്പോഴും ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യുന്നേക്കാളും എന്നെ വണ്ടി കൊണ്ടുപോകണം എന്റെ ഡെസ്റ്റിനേഷനിലോട്ടേക്കാണ്. സോ ഐ ഓൾവേസ് ചൂസ് അങ്ങനത്തെ ഫീച്ചർ കാര്യങ്ങൾ. ഞാൻ 360 എടുത്തു, ലൈക്ക് പിന്നെ ഡാഷ് ക്യാം എടുത്തു, സേഫ്റ്റി എല്ലാം ഒക്കെ ആയിരിക്കണം. എനിക്ക് തോന്നുന്നു 360 അത്യാവശ്യം തോന്നുന്നില്ല ഇപ്പത്തെ ഒരു ഡ്രൈവിംഗില്. ഒരു ബ്ലോക്കിലൊക്കെ അതെ. ഇപ്പൊ വണ്ടിയുടെ ലെങ്ത് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് കുറച്ച് ഹെൽപ്ഫുൾ ആണ്. സംടൈം ഇപ്പൊ ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് എനിക്ക് വണ്ടിയുടെ ലെങ്ത് അറിയില്ലായിരുന്നു. അപ്പൊ ക്യാമറ ഉള്ളതുകൊണ്ടാണ് എനിക്കത് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പൊ ഓക്കെ ആയി വരുന്നു. നല്ല ഫീച്ചർ ആണ്. ഇനി റൈഡിലേക്ക് ഒന്ന് പോവാം. നമുക്ക് റൈഡ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊന്ന് പറയാം. റൈഡിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, നമ്മള് വളയ്ക്കാനുള്ള ഈസി. എങ്ങനെയുണ്ട് റൈഡ് ചെയ്യുന്നു? എങ്ങനെയാണ് അതിന്റെ? ഭയങ്കര സ്മൂത്ത് ആണ്. അത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിന് മുന്നേ വേറെ പെട്രോൾ വണ്ടീസ് ഏതെങ്കിലും ഓടിച്ചിട്ടുണ്ടോ? ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് മാനുവൽ വണ്ടിയൊക്കെ, ബട്ട് അതെനിക്ക് ഭയങ്കര പാടായിരുന്നു ഓടിക്കാൻ. ഇത് ഭയങ്കര ഈസി, ഒന്നും നോക്കണ്ട, ജസ്റ്റ് സ്റ്റിയറിംഗ് ബാലൻസ് മാത്രം മതി. അത് ഓട്ടോമാറ്റിക്കിന്റെ ബെനിഫിറ്റ്സ് ആണ്, ബട്ട് സ്റ്റിൽ ഈ വണ്ടി കുറച്ചും കൂടി സുഖമാണ് ഓടിക്കാൻ. കുഞ്ഞാണ്, മാനേജ് ചെയ്യാനും സുഖമാണ്. പിന്നെ എനിക്കൊന്നും അത്യാവശ്യം നന്നായിട്ട് സ്പീഡൊക്കെ കയറുന്നുണ്ട്. അത്യാവശ്യം പവറും കാര്യങ്ങളും അത്യാവശ്യം നല്ല പവർ ഉണ്ട്. അതെന്താ മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ചുമ്മാ ബ്രേക്ക് ഒന്ന് ജസ്റ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടി പോകും, നന്നായിട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം എനിക്ക് നല്ല ഫീഡ്ബാക്ക്. എനിക്ക് ഇരുന്നിട്ടാണെങ്കിൽ ഞാൻ ടിയാഗോ പെട്രോളിലും ഡീസലിലും ഇരുന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ അത്ര ഒരു എന്താ പറയാ പ്രശ്നം എനിക്ക് ഇവിടെ തോന്നുന്നില്ല. ഇത് കുറച്ചുകൂടി ഈസി ഉള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. വണ്ടി പ്രീമിയം ലുക്ക് തോന്നില്ല, ഭയങ്കര പ്രീമിയം ഉണ്ട്. വണ്ടി ഒന്നായിട്ട് അടിമുടി മാറിയ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്.
പ്ലസ് എനിക്ക് തോന്നുന്നു സീറ്റൊക്കെ ഭയങ്കര കംഫർട്ട് കേട്ടോ. സീറ്റ് ഭയങ്കര കംഫർട്ട്. ബാക്കിലായിട്ട് നോക്കി ഭയങ്കര തൈ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10 lakhs റേഞ്ചിൽ 10 to 11 lakhs നിങ്ങളൊരു എന്താ പറയാ ബൈക്ക് വേണ്ട, കാറ് മതി എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഈവൻ 5 ആളുകൾക്ക് ഈസി ആയിട്ട് പോവാം. അതിൽ നമ്മൾ പോയിട്ടുണ്ട്. കംഫർട്ടബിൾ ആണ്. ഈവൻ ബാക്കിലും എസി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ് 5 പേർക്ക് പോവാൻ. 6 പേരെ ട്രൈ ചെയ്ത് നോക്കില്ല, വേണമെങ്കിൽ അതിന്റെ ആവശ്യമില്ല തോന്നുന്നു. കുട്ടികളൊക്കെ ആണെങ്കിൽ ബിക്കോസ് നമ്മളെ വീട്ടിൽ SUV സോണറ്റ് ഉണ്ട്. അതും ഇതും തമ്മിൽ ഇപ്പൊ ബാക്കിലിരിക്കുമ്പോ പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് വീൽ ബേസും കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിൽ പിന്നെ സെയിം രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇത് ഇപ്പം ഓടിച്ചിട്ട് ഇപ്പം എന്താ പറയാ പഞ്ചായിരുന്നു എടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പഞ്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടില്ല. എനിക്ക് കുറച്ച് SUV ടൈപ്പ് ആയിരുന്നു ഇഷ്ടം. ഓക്കെ, കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ, ഗ്രൗണ്ട് ക്ലിയറൻസും പിന്നെ റോഡ് പ്രസൻസ് ഒക്കെ നോക്കിയിട്ട് ഒരു ആദ്യമായിട്ട് വണ്ടി എടുക്കുമ്പോ എന്റെ ഒരു മനസ്സിലൊരു ആഗ്രഹം SUV ടൈപ്പ് ആയിരുന്നു. പഞ്ചായിരുന്നു മനസ്സിൽ, അല്ലെ നെക്സോൺ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് പോയി കണ്ടപ്പോ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്യൂട്ടായി. അതായത് ഇപ്പൊ ഗേൾസിനൊക്കെ ഭയങ്കര ലൈക്ക് ആപ്റ്റ് ആണ് ഈ വണ്ടി. ഭയങ്കര സുഖമാണ് ഓടിക്കാന്. പ്രത്യേകിച്ച് പേടിക്കണ്ടല്ലോ, കുഞ്ഞു വണ്ടി. എവിടെയെങ്കിലും ഇപ്പൊ ട്രാഫിക്കിൽ ടൗണിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളെ വീട്ടിലെ മറ്റേ വണ്ടി എടുക്കാൻ സുഖം ഇതെടുക്കുന്നതാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് പോകുന്നുണ്ടല്ലേ, പെട്ടെന്ന് ഭയങ്കര കയറ്റം കയറുന്നുണ്ട്. സ്പോർട്സ് മോഡിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അടിപൊളിയായിട്ട് ഓടിക്കാം. പക്ഷെ അതിനനുസരിച്ചിട്ട് കുറയും, അതിനനുസരിച്ച് ചാർജിങ് കുറയും, റേഞ്ചും കുറയും. ഇപ്പൊ നമ്മൾ അങ്ങനെ ഓടിച്ചിട്ടാ 139 കാണിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം ലൈക്ക് സിറ്റി ഡ്രൈവിനൊക്കെ കാണിക്കുന്ന 139, 140 ആണ്. അപ്പൊ നമ്മൾ ഏകദേശം യൂഷ്വലി സിറ്റി ഡ്രൈവിലാണ്. അപ്പൊ 139 കാണിക്കുന്നത് ഓക്കെയാണ്. ഇപ്പം എക്കോ മോഡിലൊക്കെ ആണെങ്കിൽ റേഞ്ച് വരുന്നത് 138 നമുക്ക് ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മൾ നല്ല ഡീസെന്റ് ആയിട്ട് ഓടിച്ചോണ്ടിരുന്നു. അപ്പൊ ഞാൻ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഇപ്പൊ ഞാനും കുറച്ച് പവർഫുൾ ആയിട്ട് കുറച്ച് കാല് കൊടുത്തിട്ടാണ്. അതായത് നമ്മള് എത്രത്തോളം നമ്മൾ ഈ ആക്സിലറേഷനും ബ്രേക്കും മാനേജ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഇതിന്റെ ചാർജ് അല്ലെ ഇതിന്റെ പെർഫോമൻസിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. എനിക്ക് വേറെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിത് ഇതാക്കുന്നുണ്ടോ, എന്താ പറയാ റീജിയനിലാണോ വണ്ടി, എങ്ങനെ റീജിയനും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? റീജിയൻ ഉണ്ട്, നമ്മൾ റീജിയൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, റീജിയന് ചാർജ് ഒക്കെ ലോ ചാർജ് ഒക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അല്ലാതെ നമ്മൾ യൂഷ്വലി അതൊന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു റീജിയൻ ഇപ്പൊ നമുക്ക് ഇതിൽ മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് ലെവൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിട്ട് ഓടിക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് എപ്പോഴും ഒരു പിടുത്തുണ്ടാവും. ഓട്ടോമാറ്റിക്കലി ഞാൻ ഇപ്പം പെഡൽ ആക്സിലറേഷൻ റിലീസ് ചെയ്യുകയാണെങ്കിൽ റീജിയൻ ബ്രേക്കിംഗ് അവിടെ നടക്കും. അപ്പൊ നമുക്ക് ആ വണ്ടിക്ക് കറക്റ്റ് ആ നിൽക്കുന്ന ഒരു കിട്ടാവും. നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തില്ലെങ്കിൽ റീജിയൻ ബ്രേക്കിംഗ് കാരണം വണ്ടി ഭയങ്കര സ്ലോ ആവും. എനിക്ക് തോന്നുന്നു ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റീജിയൻ വെച്ചിട്ട് വണ്ടി ഓടിച്ച് ബ്രേക്ക് പിടിക്കാതെ, ബ്രേക്ക് പിടിക്കുമ്പോഴാണല്ലോ ടയർ തേയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ 4 weeks ആയിട്ടുള്ളൂ, അങ്ങനെ ട്രൈ ചെയ്യാനായില്ല. എനിക്ക് കൺസേൺ ഇപ്പൊ ടയറിന്റെ കാര്യമൊക്കെ അതൊക്കെ എല്ലാരും പറഞ്ഞു കുഴപ്പമില്ല, പുതിയ വണ്ടിയുടെ ടയർ പുതിയ ടയറിനൊന്നും ഇഷ്യൂസ് വരുന്നില്ല എന്നാ കേട്ടത്. അങ്ങനെ പ്രശ്നമില്ല. ഇത് ഓടിച്ചിട്ട് ഹസ്ബൻഡ് പറയും ഇവാളുടെ വണ്ടി എടുക്കാന് മടിയാണ്. ഇതിപ്പോ ഇൻസ്റ്റന്റ് ടോർക്ക് അല്ല, ഇൻസ്റ്റന്റ് പവർ അല്ല, ഒന്നും ഇല്ലല്ലോ. മറ്റേത് ഗിയറും അത് ഓൾറെഡി മാനുവൽ ആണ്. അതിന്റെ ബുദ്ധിമുട്ടല്ല. ഇഷ്ടപ്പെടുന്ന ഓരോ പാഷനാണ്. കാരണം എനിക്ക് ഈ പ്രാവശ്യം ഓട്ടോമാറ്റിക് വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഓട്ടോമാറ്റിക്കിലേക്കുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയത്. അപ്പൊ അത് വേറെ തന്നെ ഒരു വൈബാണ്. മാനുവൽ ഇസ് ഗുഡ്, ബട്ട് ഓട്ടോമാറ്റിക് അതിൻ്റെതായ ഒരു ഗുണങ്ങളും കാര്യങ്ങളും. നമ്മൾക്ക് അത്ര സ്ട്രെസ് ചെയ്യാതെ വണ്ടി ഓടിക്കാം, നമ്മളെ ലൈഫ് ഈസി ആക്കാം. അതൊക്കെ ഇതാണ് ബെറ്റർ. പിന്നെ റേഞ്ച് എനിക്ക് തോന്നുന്നു ഇവരിപ്പോ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോ യൂഷ്വലി 4.99, 6.99 എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ വൺസ് നമ്മളെല്ലാ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല അത്യാവശ്യം റേഞ്ച് 10.73 ആണ്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞ മഡ് ഗാർഡും 5D 3D അതൊക്കെ വെച്ചപ്പോഴേക്കും 11 ആയി, 20 something. ഡാഷ് ക്യാമറ അത്യാവശ്യമാണ്. ഇത് ടാറ്റയുടെ ഡാഷ് ക്യാം ആണ്. അന്ന് ആ സമയത്ത് എന്തോ ഓഫറും കൂടി അങ്ങനെ വെച്ചതല്ലേ. മറ്റേ കേറിയപ്പോ തന്നെ വീഡിയോ ലോക്ക്ഡ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അത് നല്ല യൂസ് ആണ്. നമുക്കുണ്ടല്ലോ ചില ആളുകൾ ഇങ്ങോട്ട് കയറി വരും, ബൈക്കൊക്കെ വന്നിട്ട് അതിന്റെ ഫ്രണ്ടിൽ വന്ന് തട്ടിയിട്ടുണ്ട്, ബൈക്ക് ഇങ്ങോട്ട് വന്ന് തട്ടി. അപ്പൊ ആളൊന്നും സൗണ്ട് ആൾക്കൊന്നും പറയാനില്ല, കാരണം നമ്മളടുത്ത് എവിഡൻസ് ഉണ്ട്. അതെ, ഇപ്പൊ ആൾക്കാര് ഭയങ്കര റാഷ് ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെയാണ്. എസ്പെഷ്യലി ബൈക്കാരൊക്കെ നമുക്ക് അവരെവിടുന്ന് വരുന്നതെന്ന് കാണാൻ പോലും പറ്റില്ല. ചില പിന്നെ ഈ ഞാൻ ചോദിക്കണം തോന്നരുത്, ലേഡീസ് വണ്ടി ഓടിക്കുമ്പോ ചില ആൾക്കാർക്ക് ഓവർ ആക്കുന്ന ഒരു അതുണ്ട്. അതിപ്പോ നമ്മളെ വീട്ടിലോട്ട് പോകുന്ന വഴി കുഞ്ഞു വഴിയാണ്, അവിടെ ഓട്ടോക്കാരാണ് കൂടുതലും.
അവർക്ക് നമ്മൾ വണ്ടി എടുക്കുന്ന കാണുമ്പോ തന്നെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആണ്. ഒരു സൈഡും തരാതെ ഇങ്ങനെ നിൽക്കും. അങ്ങനത്തെ ഒരു പണ്ടൊക്കെ നമുക്ക് പേടിയായിരുന്നു. ഇപ്പൊ നമ്മളെ ഞങ്ങളുടെ എല്ലാ ലേഡീസും വണ്ടി ഓടിക്കും. അപ്പൊ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് നോക്കിയിട്ട് എന്താണ് എന്താ നിങ്ങളുടെ അടുത്തല്ലേ മിസ്റ്റേക്ക്, ബാക്ക് എടുക്കുക. അത്രേ ഉള്ളൂ. അല്ല അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമ്മളെല്ലാരും സ്വയം പര്യാപ്തമായി കഴിഞ്ഞാൽ പിന്നെ അതെ, പ്രശ്നമില്ല, ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട അതെ ആവശ്യമില്ല. അതെ. ഞാൻ ഭയങ്കര ലൈക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യത്തില് ടോട്ടലി ഞാൻ എല്ലാരെയും ഡിപ്പെൻഡ് ചെയ്യുന്നായിരുന്നു. അപ്പൊ മിനു, ഇനി ചോദിക്കാനുള്ള എന്താ വെച്ചാല്, ഇത് നീ ആർക്കാണ് സജസ്റ്റ് ചെയ്യുക, എങ്ങനത്തെ ആൾക്കാരാണ് ഇത് എടുക്കേണ്ടത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മള് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും പറയാണ് ഇപ്പൊ നമുക്ക് ഈ വണ്ടി എടുക്കാൻ ആഗ്രഹമുണ്ട്, അപ്പൊ എങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് ഇത് നമ്മൾ സജസ്റ്റ് ചെയ്യുക? ലേഡീസിന് ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യാം. ഇപ്പൊ വണ്ടി ഓടിക്കാൻ പേടിയുള്ള ഒരാളാണ്, പിന്നെ മാനേജ് ചെയ്യാൻ പറ്റുമോ, വണ്ടിയുടെ സൈസ് ഒക്കെ അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഞാൻ എന്തായാലും ഇത് റെക്കമെൻഡ് ചെയ്യും. കാരണം ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. ഇപ്പൊ എനിക്ക് വണ്ടി ഓടിക്കാൻ പേടി ഉണ്ടോ ചോദിച്ചാൽ യെസ് ഓഫ് കോഴ്സ് പേടി ഉണ്ട്. ബട്ട് സ്റ്റിൽ ഭയങ്കര കംഫർട്ട് ആൻഡ് മാനേജബിൾ ആണ് ഈ വണ്ടി. കമ്പയർഡ് ടു നമ്മളെ വീട്ടിലെ ബാക്കി വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കിത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് ഓടിക്കുന്ന ഒരു മാസമായിട്ട് ഓടിക്കുന്ന ആളെ പോലെ ഫീൽ ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ. കുറച്ചുകൂടി ഈസി ആയിട്ടാണ് ഈ വണ്ടിയുടെ സ്മൂത്ത്നെസ് ആയിരിക്കാം. എന്റെ സ്കില്ലാന്ന് ഞാൻ പറയില്ല. ഞാൻ ഭയങ്കര വണ്ടി ഓടിക്കാൻ പേടിയുള്ള ഒരാളാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ 360 ക്യാമറ ഉള്ളതും ഡാഷ് ക്യാം ഒക്കെ വെച്ചിട്ട് എടുത്തേക്കുന്നത്. അങ്ങനെയാണ്. അപ്പം ഒരു എന്താ പറയാ, എനിക്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ ഒരു 200 കിലോമീറ്റർ ഡെയിലി ഓടിയാൽ മതി, അല്ലെങ്കിൽ അതിന്റെ താഴെ ഓടിയാൽ മതി. ഒരു ഫുൾ ചാർജിൽ ഒരു 200 കിട്ടും. ഫുൾ ചാർജ് ഇപ്പൊ നമ്മളെന്തായാലും ഡെയിലി ഒരു 90 അങ്ങനെയൊക്കെ വരുള്ളൂ. പിന്നെ അടുത്തത് നമ്മൾ ഈ പറഞ്ഞ പോലെ ആളുകൾ പറയായിരുന്നു ചാർജ് കുറച്ച്. നമ്മൾ ഈ ചാർജ് മോഡിൽ പോയപ്പോ അവിടുത്തെ ആള് പറഞ്ഞു നമ്മളെടുത്ത്, നിങ്ങൾ വണ്ടി ഇതുപോലെ ചാർജ് കുറച്ച് ഒഴിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഞാനാണെ ഭയങ്കര നമ്മള് പുതിയ ഫോൺ വാങ്ങിച്ച പോലെയായിരുന്നു, ചാർജ് താഴെ കുറയ്ക്കത്തില്ല അങ്ങനെയൊക്കെ. അവര് പറഞ്ഞു നിങ്ങൾ നോക്കുന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതേപോലെ ബിലോ 10% ഓടിച്ചിട്ടുണ്ട്. അപ്പൊ 10% ഒക്കെ വരെ നമുക്ക് ഏകദേശം 30-34 കിലോമീറ്റർ ഒക്കെ കാണിക്കും അവര്. കുഴപ്പമില്ല. 30. പിന്നെ 10% കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ലോ ബാറ്ററി വാർണിംഗ് വരും. അപ്പൊ നമുക്ക് കിലോമീറ്റേഴ്സ് കാണിക്കത്തില്ല. പക്ഷെ നമ്മളെ ആപ്പിൽ കാണിക്കും ഇത്ര കിട്ടും എന്നൊക്കെ കാണിക്കും. ബട്ട് സ്റ്റിൽ ആ ഒരു ലോ ചാർജ് വാർണിംഗ് ആണ് നമുക്ക് ഭയങ്കര ആൻഷ്യസ് ആവും. അതെ. ബട്ട് സ്റ്റിൽ അതുവരെ നമ്മൾ ഓടിച്ചിട്ട് പെർഫോമൻസിനൊന്നും പ്രത്യേകിച്ച് ഒരു മാറ്റവും നമ്മൾക്ക് ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണെന്ന് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എക്സെപ്റ്റ് വൺ തിങ്, ഞാൻ എടുത്ത ഡീലേഴ്സിന്റെ അടുത്ത് എനിക്ക് ഇനീഷ്യലി ഉണ്ടായ കുറച്ച് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അത് മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആളുകൾ പറയും വണ്ടി എടുക്കുമ്പോൾ തുടക്കത്തിൽ കുറെ പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഞാൻ അത് വിശ്വസിച്ച് കണ്ടിട്ടാണ് അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണ്. വണ്ടി വെച്ച് നോക്കാണ് വണ്ടി അടിപൊളിയായിട്ട് ഇപ്പം ഞാൻ സർവീസിന് കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ എല്ലാരും പറയുന്ന പോലെ തന്നെ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഡീലേഴ്സിനാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളുള്ളത്. അതെനിക്ക് തോന്നുന്നു. പിന്നെ ഇങ്ങനെ ഒരുപാട് വണ്ടി ഇറങ്ങുമ്പോൾ പിന്നെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം റിസോഴ്സ് അവർക്ക് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഓൾമോസ്റ്റ് സെറ്റ് ആണല്ലോ. സെറ്റാണ്. ഇതാണ് 360ന്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. 360 നല്ല അടിപൊളി ഒരു ക്യാമറ ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇത്ര ക്ലിയർ ആയിട്ടുള്ളൊരു ക്യാമറ ഈ ഒരു സെഗ്മെന്റിലുള്ള വണ്ടിയിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് പറയാം. കാണാൻ പറ്റുന്നില്ല അല്ലേ? നമ്മൾ എങ്ങനെയാണ് പോകുന്നത് ആ ഡൈനാമിക്കലി സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഭയങ്കര ഈസിയാണ് കേട്ടോ. കൈൻഡ് ഓഫ് ഓട്ടോ ഓൺ ആണ്, ലാമ്പ് ഓട്ടോ ഓൺ ആയതാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഈവൻ വൈപ്പർ വരെ ഓട്ടോ ആണ്. എല്ലാ ആള് ചെയ്തോളും, ഒന്നും നോക്കണ്ട. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു 150 കിലോമീറ്റർ ഡെയിലി ഓടേണ്ട ആൾക്ക് 150 ഒന്നും വേണമെന്നില്ല എനിക്ക് തോന്നുന്നു. അല്ലാതെ നമ്മൾ വീക്കെൻഡ്സ് ഒക്കെ അല്ലാതെ ഓടുന്നുണ്ടല്ലോ. അപ്പൊ എനിക്കിപ്പോ എന്നും നല്ല ഓട്ടണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ലൈക്ക് ഒരു എവിടുന്നായിരുന്നു അപ്പൊ എനിക്കൊരു മാക്സിമം ഒരു 80 ഒക്കെ കിട്ടലുണ്ടാവുള്ളൂ. ബട്ട് സ്റ്റിൽ അതെ അത് ഓക്കെയാണ്. പിന്നെ ചാർജ് ചെയ്യാൻ പറ്റുമല്ലോ ഡെയിലി ഓവർനൈറ്റ് ചാർജ് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാൻ കഴിഞ്ഞാല് ഒരു എനിക്ക് തോന്നുന്നു ഒരു 10% ആണ് സ്ലോ ചാർജിങ് 1 ഹവറോളം എടുക്കും തോന്നുന്നു. നമ്മളെന്തായാലും 20 ഒക്കെ ഉള്ള പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 hours രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഫുൾ ചാർജ് ആവും. ഇത് ഓട്ടോ കട്ടൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ വെറീഡ് ആവേണ്ട ആവശ്യമില്ല. പോയാൽ മതി. പിന്നെ നമുക്ക് ഫോണിലും മറ്റേ നോട്ടിഫിക്കേഷൻസ് വരും. ഇതൊക്കെ ഇതായി ഫുൾ ചാർജ് ആയി അൺപ്ലഗ് ചെയ്ത് പറഞ്ഞ നോട്ടിഫിക്കേഷൻസും വരും. അപ്പൊ ഈസിയാണ്. ലൈഫ് ഈസിയാണ്. ഒരു ഭയങ്കര ഈസിയാണ്. എനിക്ക് തോന്നുന്നു MGയുടെ വണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോമറ്റിന്റെ അടുത്ത് ആരൊക്കെയോ പറഞ്ഞു. പക്ഷെ എനിക്കത് കോമറ്റ് കാറായിട്ട് തോന്നിയില്ല. എനിക്ക് വലിയ വണ്ടിയാണ് ഞാനത് അവിടുന്ന് ഇത്ര ഇവിടെ എത്തിയത് തന്നെ എന്റെ ഒരു അതാണ്. അതെ എനിക്ക് കുറച്ച് വലിയ വണ്ടിയാണ്. പിന്നെന്താ അത് തുടക്കം
ഇനി വലിയ വലിയ വണ്ടികൾ എടുക്കാൻ പറ്റട്ടെ എന്ന് എന്നുള്ളതാണ് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥന. അതെ. നമുക്ക് പോവാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. Yes. അപ്പോൾ എല്ലാവർക്കും സംഭവം മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ മിന്നു, താങ്ക്സ് മിന്നു ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. മിന്നു റിപ്ലൈ ചെയ്യും, അതേപോലെ നമ്മളും റിപ്ലൈ ചെയ്യാം. ഇനി എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പറയാം. നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കേണ്ട കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് മറക്കരുത്, ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ. Experience the thrill of the ride. Subscribe and follow us now.